ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂൺ 7-ന് ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരാതികളും ആ പണം എടുത്തു എന്ന് ആരോപിക്കപ്പെട്ട 3 സ്ത്രീകൾ, ആ ഷോപ്പിലെ ജോലിക്കാരായിരുന്ന 3 സ്ത്രീകൾ, അവർക്കെതിരെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും കേരള പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരള പോലീസിന്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ്. ഈ ഒളിവിൽ പോയിട്ട് പോലും അവർക്കെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിന് മെസ്സേജ് അയക്കുകയും ആ വീഡിയോ റിമൂവ് ചെയ്യാൻ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും സൈബർ സെല്ലും എല്ലാ സെല്ലുകളും ഇവിടെ ഉണ്ടായിട്ടും അവരെ പിടിക്കാൻ കഴിയാത്തത് അവർക്ക് പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്തി തീർക്കാണ്. ഈ ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇവര് യൂട്യൂബിൽ അവരെക്കുറിച്ച് വീഡിയോ ചെയ്ത ആളുകൾക്ക് അയച്ചിട്ടുള്ള മെസ്സേജ്, അത് അതിനെക്കുറിച്ചൊരു യൂട്യൂബർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ദിസ് സൈഡ് വിനീത. I noticed that you have posted content using my photo and or voice without my consent. I do not give permission. ഇതൊക്കെ ചെയ്തു വെച്ച് പബ്ലിക്കിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട്, ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്ക് എതിരെയാണ് ഇപ്പോൾ ഇവർ പ്രശ്നം. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഒളിവിൽ പോയ ഇവർക്ക് മാന നഷ്ടവും പിന്നെ ഫോട്ടോ കണ്ടതിന്റെ നഷ്ടബോധമൊക്കെയാണുള്ളത്. For any image, voice or any part of my identity to be used in your content. The content is also mentally and emotionally distressing. I request you to delete it immediately. If not removed, I will be forced to take legal action under cyber law and report it for harassment and defamation. ഇവർക്ക് എന്തോ ആവാം, എന്നിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെ പിടിക്കാൻ അവിടെ സൈബർ റെഡിയാണ്. വല്ലാത്തൊരു ലോകം. I hope you will understand and take this seriously. Thank you. See the audacity. കേട്ടില്ലേ? അപ്പൊ അവർക്കെതിരെ വീഡിയോ ചെയ്തു എന്നുള്ളത് വലിയൊരു തെറ്റായിട്ട് കാണുകയും അവരതിനെതിരെ ഇവർക്ക് എന്ത് ചെയ്യാണ്, മെസ്സേജ് അയക്കണം. ഓഫീസിൽ പോയാ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ പറയുക, ഇവരുടെ ഒരു ധൈര്യം നിങ്ങൾ അറിയാം. ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? റിപ്പീറ്റഡ്ലി ഈ കേസിന്റെ സമയത്ത് ദിയ കൃഷ്ണൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എവിടെയോ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കും തോന്നിയിരുന്നു രാഷ്ട്രീയം ഇതിൽ കാണില്ല. ഈ 3 സ്ത്രീകൾ അവരങ്ങനെ ഒരു എന്താ പറയാ കമ്പൈൻഡ് ആയിട്ട് ചെയ്തൊരു ക്രൈം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാ? അതെ, 69 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും എന്നിട്ട് ഒളിവ് പോയിട്ട് ഒരു മാസത്തോളം ഒളിവിലാവാണ്. എന്നിട്ട് കേരള പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതും 3 സ്ത്രീകള്, അതും പിന്നെ സ്ഥിരം കുറ്റവാളികളായിട്ട് കുറ്റം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന, ജയിലിൽ കിടക്കണോ വീണ്ടും പുറത്തിറങ്ങണു, ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ എല്ലാ ഐഡിയാസും പഠിച്ച ഒരു കുറ്റവാളികളാണെങ്കിൽ ഒരു പക്ഷേ പോലീസിന്റെ കണ്ണ് വെട്ടിക്കാനും കുറച്ചു കാലം ഒളിവിൽ കഴിയാനൊക്കെ കഴിയും. അതൊന്നും അല്ലാതെ തന്നെ ഇവർ ആ ഒളിവിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയും ജാമ്യവും അവർക്ക് കിട്ടാതെ വരികയും ഒക്കെ ചെയ്തിട്ടും ഇവരെവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇത്രയും കാലം ഒളിവിൽ നിൽക്കുന്നു. ക്രൈംബ്രാഞ്ചിന് കേരള പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ ഒരു വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഒരുത്തൻ റോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവന്റെ പെരയിൽ പുലർച്ചയ്ക്ക് വന്നിട്ട് അവനെ പൊക്കിയെടുത്ത് തൂക്കിക്കൊണ്ടുപോകുന്ന കേരള പോലീസിന് ഈ 3 സ്ത്രീകളെ കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് തൊടാൻ പറ്റിയിട്ടില്ല. കയ്യില്ല. എന്റെ കയ്യിൽ നിന്നും മലപ്പുറം പൊന്മടയിലെ അൻവർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ക്യാഷും കൊണ്ടുപോയിട്ട് അത് തിരികെ തരാതിരിക്കുകയും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതിക്കായിട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് അവരെ നമ്പർ തന്നാൽ അവനെ വിളിച്ചിട്ട് അവർ കോൾ ചെയ്തിട്ട് അവനോട് വരാൻ പറഞ്ഞിട്ട് അവൻ വരികയാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവനെ പോയി പിടിക്കാനുള്ള നിയമം ഇല്ല എന്നാണ് പറയുന്നത്. ഇവരെപ്പോൾ ഒരാളെ കൊന്നാൽ പോലും നിയമത്തിന് പരിധി ഉണ്ടല്ലോ. ഒരാളെ കൊന്നു പോവാന്ന് നമ്മളെ കണ്ടാൽ ആ കൊലപാതകിയെ നമ്മളെന്തെങ്കിലും കാട്ടിയാല പ്രശ്നം, മനസ്സിലായല്ലോ. കൊന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ആ കൊലപാതകി ഞാൻ നടന്നു പോകുമ്പോൾ നമ്മൾ അവനെ പിടിച്ച് 2 കൊടുത്താൽ ഓൻ പോയി പരാതി കൊടുത്താൽ നമ്മൾ കൊടുക്കും. അതാണ് ഇവിടുത്തെ നിയമം. അവരെ കുറിച്ച് വീഡിയോ ചെയ്ത നമ്മളെ വന്ന് ത്രട്ടൻ ചെയ്യുന്നു. അവരുടെ പിന്നിൽ ആരാ? അങ്ങനെ അവര് കീഴടങ്ങുന്നത് വരെ പിടിക്കാൻ കിട്ടിയില്ല. 3 ആളുണ്ട്, 2 ആൾ കീഴടങ്ങി, ഒരാൾ ഇപ്പോഴും കീഴടങ്ങിയിട്ടും വന്നിട്ടില്ല. എന്തായാലും കീഴടങ്ങാൻ വരുന്ന രംഗം അവർ ചന്ദ്രനിൽ നിന്നും നേരിട്ട് വരുന്ന പോലെ ഹെൽമെറ്റൊക്കെ ധരിച്ച്, മാസ്കും ഹെൽമെറ്റൊക്കെ ധരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് രംഗം എന്ന് കണ്ടോളൂ നിങ്ങൾ.
നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി അങ്ങനെ 69 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. എന്നാൽ കൃഷ്ണകുമാറിന്റെ മകൾക്കെതിരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് എന്തും ചെയ്യണ്ടോ? കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുത്ത് തട്ടിക്കൊണ്ടാൻ ശ്രമിച്ചു, പിന്നെ ഫോൺ വിളിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവർക്ക് ആരും പേരിൽ എന്തോ അതിശയം ഉയർത്താം. ഇവർക്കെതിരെ വീഡിയോ ചെയ്തു എന്നുള്ളത് വലിയൊരു തെറ്റായി അവർ പറയുകയും അതിനെതിരെ അവരെന്ത് ചെയ്യാണ്, മെസ്സേജ് അയക്കുകയും ചെയ്തു. അതും ഒളിവിലിരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ നടക്കുള്ളൂ കേട്ടോ. കേരളത്തിൽ എന്തു ആവാം. ഈ പോക്ക് പോകണമെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് കേരളം കുട്ടിച്ചോറാവും. തള്ളി. പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ഇന്ന് ഹാജരായിട്ടുള്ള 2 പേർ വിനീത രാധാകുമാരി എന്നിവർ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല. ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 3 പ്രതികളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല, ഇന്ന് ഹാജരായിട്ടുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഹാജരായപ്പോഴെങ്കിലും കീഴടങ്ങിയപ്പോഴെങ്കിലും പോലീസുകാരൊന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കയറ്റാൻ സഹകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത്രയും ചെയ്തല്ലോ. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത രാധാകുമാരി എന്നീ 2 പ്രതികൾ ഹാജരായിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം മ്യൂസിയം പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ തള്ളി. അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച്, ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവർ പിന്നെ ചോദ്യം ചെയ്യാൻ വല്ല നിയമം ഉണ്ടോന്നാവോ? അതും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് നമ്മളെ നിയമത്തിന്റെ ഓരോ പോരായ്മകളെ വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണം വന്നിട്ടുണ്ട്, ആ പണം എവിടെയാണ് ചെലവഴിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയും. വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP ഷാജി പറയുകയുണ്ടായി. അവർക്ക് മുൻകൂർ ജാമ്യം അപേക്ഷിക്കാനും അത് തള്ളാനൊക്കെ സമയം കിട്ടി. എന്നിട്ട് ഇവരെ കണ്ടെത്തിയില്ല. എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ആദ്യം അന്വേഷിക്കുന്നത് മ്യൂസിയം പോലീസാണ്. രണ്ടാമതാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. മ്യൂസിയം പോലീസിന്റെ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രാഥമിക അന്വേഷണത്തിൽ ഈ പ്രതികൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ജീവനക്കാർക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നു. ജീവനക്കാർക്കെതിരെ തെളിവുകൾ ഉണ്ടായിട്ടും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിടിക്കാൻ നിയമമല്ല. അവരിങ്ങ് വന്ന ആനയിച്ചിരുത്താൻ അവിടെ സൗകര്യമുണ്ട് എന്നർത്ഥം. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രതികൾ മുൻകൂർ ജാമ്യം അപേക്ഷയുമായി ജില്ലാ കോടതിയിലും. ചന്താമരനെ പിടിച്ചപ്പോ ചന്താമരക്ക് കുറച്ച് ചോറ് വാങ്ങിക്കൊടുത്തല്ലോ. അതേപോലെ ഇവര് എത്ര ദിവസമായി പട്ടിണി കിടക്കണ്ടോ നോക്കിക്കോളെ. അതിൽ ഒളിവിലേനല്ലോ, നല്ല മട്ടൻ ബിരിയാണി വാങ്ങിക്കൊടുക്കി. ഹൈക്കോടതിയിലും എല്ലാം സമീപിക്കുന്നു. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ 2 സംഭവങ്ങൾക്ക് ശേഷവും അറസ്റ്റ് നടപടികൾ വൈകുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രതികളെ വിളിച്ചു വരുത്തുവാനോ ചോദ്യം ചെയ്യുവാനോ ഇതുവരെ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കൂ. ഇതൊക്കെ ഇവരെ പിന്നിൽ മറ്റാരെങ്കിലും കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത്ര ഒരു ധൈര്യപൂർവ്വം അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർ പിന്നിൽ കളിച്ചിട്ടുണ്ടാവും. ഒറിജിനൽ പ്രതികൾ ഇതൊന്നും ആവില്ല. പ്രതികളായിട്ട് ഇവരെ കൊടുന്ന് ഇരുത്തി പ്രതികളായിട്ട് ഇവരെ ആനയിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടാവും. വലിയ വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ടാവും പിന്നില്. 3 പേരുടെയും അക്കൗണ്ടിലൂടെ പണം കടന്നുപോയതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളും മറ്റു തെളിവുകളും നിരത്തിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന കാര്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് നിലനിൽക്കുകയാണ്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അമാന്തം കാണിക്കുന്നു അല്ലെങ്കിൽ വൈകിക്കുന്നു എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ ആരോപണമായിട്ട് ഉയരുന്നത്. ഇതുവരെ ഈ 3 പേരെയും, ഈ ജീവനക്കാരികളായ 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനോ മറ്റു തുടർ നടപടികൾക്കോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേരള പോലീസ് ഹൈ ലെവലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു ഇടപെടില്ല. 69 ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിൾ കേസ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസിലൊന്നും കേരള പോലീസ് ഇടപെടാറേ ഇല്ല. തിരിഞ്ഞു നോട്ടം അങ്ങോട്ട് അതിൽ വലിയ കേസുകൾ ഇവിടെ അല്ലേ? വാപ്പാനെ കൊല്ലണം, ഉമ്മാനെ കൊല്ലണം, എന്തൊക്കെ കേസുണ്ട്. അതെങ്കിലും ഇവിടെ തീരുമാനമുണ്ടോ? അതുമില്ല. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് BJP നേതാവായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കാരണത്തിലാണ് പരാതി നൽകുന്നത്. പരാതി നൽകിയതിനു ശേഷവും കൗണ്ടർ പരാതി എന്ന നിലയിൽ G. കൃഷ്ണകുമാറിനെതിരെ ഈ 3 യുവതികൾ നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കുകയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. എന്നാൽ കൃഷ്ണകുമാറിന്റെ പരാതി നൽകിയ പരാതിയിലുള്ള അന്വേഷണം അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത്. അതാണ് ഈ ഹൈക്കോടതി
ഹൈക്കോടതി ഹർജി തള്ളിയിട്ടും, അതായത് മുൻകൂർ ജാമ്യം തള്ളിയിട്ട് പോലും തുടർന്നുള്ള നടപടികൾ പോലും വേഗത്തിലാക്കാൻ പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ കഴിയുന്നില്ല, അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ഇതാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയവും. ഒന്നാമത് തെരഞ്ഞെടുക്കണ ഈ വണ്ടിയിൽ എണ്ണ വേണ്ടേ? അതുണ്ടാവില്ല. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ പോലീസ് ജീപ്പിൽ എണ്ണ വേണ്ടേ? അതുണ്ടാവില്ല. അതുകൊണ്ടാവും പാവങ്ങളെ. അല്ല എന്താ പറയാ, വെറുതെ എന്നാ പെട്രോൾ പമ്പ് എണ്ണിട്ടില്ലല്ലോ. അതുകൊണ്ട് വണ്ടിയിൽ എണ്ണൊന്നുമില്ല. പിന്നെ എങ്ങനെ തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ച് പാവങ്ങൾ അവിടെ ഇരുന്നാവും. വെറുതെ കുറ്റപ്പെടുത്തണ്ട. മുന്നിൽ നിൽക്കുന്നത് കാരണം BJP നേതാവായത് കൊണ്ടാണോ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ മാത്രം ഇത് ഈ സമീപനം സ്വീകരിക്കുന്നത് എന്നതടക്കമാണ് ഇപ്പോൾ ആക്ഷേപമായിട്ട് വരുന്നത്. നമുക്കറിയാം ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട്, അതും ചെറിയ തുകയല്ല, 69 ലക്ഷം രൂപയുടെ തുക തട്ടിയെടുത്തതാണ് കേസ്. ഇത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്വീകരിക്കുന്ന നടപടി ഈ പ്രതികളെ വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് തെളിവുകൾ പരമാവധി ശേഖരിച്ച് അറസ്റ്റ് നടപടിയിലേക്കടക്കം കടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് കൃത്യമായ രേഖകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. എന്നിരുന്നിട്ടും തുടർന്ന് അന്വേഷണമോ ഈ യുവതികളെ വിളിച്ചു വരുത്തുവാനോ ഒന്നും ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുന്നില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണോ ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള സംശയങ്ങൾ. ഈ പോക്ക് കേരളം പോവുകയാണെങ്കിൽ ഇരകളായ ആളുകള്, ഇനി ഒരാൾ കൊല്ലപ്പെട്ട ആ ഇരയായ വ്യക്തിയുടെ ബന്ധുക്കള്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇരയായ ആളുകൾ ഒക്കെ അവനവന്റെ കയ്യിലുള്ള നിയമം പുറത്തെടുക്കേണ്ടി വരും. അല്ലാതെന്താ ചെയ്യാ? നിയമത്തിന്റെ മുന്നിൽ ചെന്നാൽ ഇവർക്കൊരു രക്ഷയില്ല. അനുഭവമാണ് പറയുന്നത്. ഞാൻ പോയിട്ട് അനുഭവത്തിൽ നിന്നാ പറയുന്നത്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും മലപ്പുറം പോലീസ് സ്റ്റേഷനിലും പോയിട്ട് പരാതി പറഞ്ഞിട്ട് അവർ പറയാണ്, അവനെ വിളിച്ചു നോക്കാം, വിളിച്ചിട്ട് ഇവരെ വരികയാണെങ്കിൽ അവനെ നമുക്ക് അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞ്. അപ്പൊ ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ പണം പോയിന്നുള്ള വേദന എനിക്ക് ഉണ്ടാവുള്ളൂ, പോലീസുകാർക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് വാങ്ങി തരാനുള്ള നിയമം ഇല്ലെങ്കിൽ പിന്നെ ഓനെ പോയിട്ട് തച്ചു നോക്കട്ടെ, അപ്പം എന്ത് ചെയ്യും? നമ്മൾ അറസ്റ്റിലാവും. അല്ലെങ്കിൽ ഓനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് തല്ലിച്ചു നോക്കിയാലും പ്രശ്നമാണ്. അപ്പൊ എന്തായി? ഗുണ്ടായിസായി. ഇങ്ങനൊക്കെ നിയമം കേരളത്തിൽ തന്നെ ഉള്ളൂ. ഇത് ഇങ്ങനെ ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരു ത്വര നിയമത്തിനുള്ളത് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ കൊന്നു, ഇവിടെ കൊന്നു. ഇപ്പൊ ഇന്നലെ കാമുകൻ എന്ത് ചെയ്തു? കാമുകി വിഷം കൊടുത്തു കൊന്നു. ഇങ്ങനെ കൊലപാതകം, നിരന്തരം കൊലപാതകം. ബാപ്പാനെ കൊല്ലണു, ഉമ്മാനെ കൊല്ലണു, സഹോദരനെ കൊല്ലണു, അയൽവാസിനെ കൊല്ലണു. ഇതെന്തുകൊണ്ടാ? കേരളത്തിലുള്ള കൊലപാതകത്തിന്റെ അത്ര വേറെ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? സാക്ഷര കേരളം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ സെൻട്രൽ ജയിലിൽ നിന്നാണ് ആര് ചാടിയത്? ഗോവിന്ദ ചാമി ചാടിയത്. അത് ചാടാനുള്ള സൗകര്യം വരെ ഇവിടെ ഒരുക്കി കൊടുത്തു. അതാണ് കേരളം. അഭിമാനപൂർവ്വം നമുക്ക് പറയാം. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തില്. അവർക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരാനും, ഒരു ബൈക്കും ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ അവനെ ആട്ടി പിടിക്കും. പണ്ടൊരാള് അങ്ങനെ പോയിട്ട് അവന്റെ ബാക്കിൽ പോലീസുകാർ ആട്ടി പിടിച്ച് മറിഞ്ഞ് മരിച്ച്. ഇതൊക്കെ സംഭവിച്ചാലും ശരി, വലിയ കേസുകളിലൊന്നും പോലീസുകാർ ഇടപെടാറേ ഇല്ല. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ആരോട് പറയാന്, ആര് കേൾക്കാന്, ആരതൊക്കെ മനസ്സിലാക്കുക? ഒന്നുമില്ല. പറയുന്നവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിയമത്തിന് അവരെ ഒന്നും ചെയ്യാൻ ഇവിടെ പറ്റൂല.